गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 21, 2024. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ പ്രകൃതം എന്തായിരിക്കും? അത്തരത്തിലുള്ള ഒരു ഗുരുവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? അത്യന്തം പവിത്രമായ ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഭഗവാൻ നമുക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നു. പ്രേമസ്വരൂപരെ, ഇക്കാലത്ത് 2 തരത്തിലുള്ള ഗുരുക്കന്മാരെ കാണാൻ സാധിക്കും. വേദാന്തത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന ആദ്യത്തെ കൂട്ടരുടെ യഥാർത്ഥ ഉദ്ദേശം ലൗകിക അഭിലാഷങ്ങൾ നിറവേറ്റുക എന്നതാണ്. അവർ തങ്ങളുടെ ശിഷ്യരുടെ ചാബല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ സമ്പാദ്യം കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്തരം ഗുരുക്കന്മാർ ഈ ഭൂമിക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരമായി തീരുന്നു. ഗുരു എന്ന വാക്കിന്റെ ഭാരമേറിയത് എന്ന മറ്റൊരർത്ഥമാണ് അവർക്ക് ചേരുന്നത്. 2ാമത്തെ തരം ഗുരുക്കന്മാർ പുണ്യഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരും തങ്ങളുടെ ശിഷ്യരെ അച്ചടക്കം സ്വായത്തമാക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നവരുമാണ്. അവർ തങ്ങളുടെ ശിഷ്യരെ ഗുരു തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും സാക്ഷാൽ പരബ്രഹ്മവും എന്ന് ഉത്ബോധിപ്പിക്കുന്നു. ഇപ്രകാരം ആ ഗുരുക്കന്മാർ തങ്ങളുടെ ഔന്നത്യം ശിഷ്യരുടെ കണ്ണുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഒരു അധ്യാപകനും ഗുരുവും തമ്മിൽ അപാരമായ വ്യത്യാസമുണ്ട്. അധ്യാപകൻ താൻ പഠിച്ച കാര്യങ്ങൾ പ്രതിഫലത്തിനായി ശിഷ്യർക്ക് പകർന്നു നൽകുന്നു. എന്നാൽ യഥാർത്ഥ ഗുരു അദ്ദേഹത്തിന്റെ പ്രഭാവത്താൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് ഹൃദയത്തെ വിശാലമാക്കുകയും ദൈവീകതയുടെ തലങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യും. ഉചിതമായ സമയത്ത് അത്തരമൊരു ഗുരു നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. പരീക്ഷിത് മഹാരാജാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ശുകബ്രഹ്മർഷി അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരുവനിൽ മോക്ഷത്തിനും തന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള വെളിപാടിനുമായുള്ള ദാഹം പ്രബലമാകുമ്പോൾ അസാധാരണവും നിഗൂഢവുമായ ഒരു പ്രപഞ്ചശക്തി പ്രവർത്തനമാരംഭിക്കും. തത്ഫലമായി ഗുരു ജാഗരൂകനാകുകയും ആ ദാഹം ശമിക്കപ്പെടുകയും ചെയ്യും. 1973 സമ്മർ കോഴ്സിൽ ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.